Fundamental theorem of algebra. The field C of complex numbers is an algebraically closed field. എന്താ ഈ algebraically closed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഫീൽഡിൽ നമ്മൾ വീണ്ടും ഒരു പോളിനോമിയൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പോളിനോമിയലിൻ്റെ സീറോ എവിടെ ഉണ്ടാവും? നമ്മുടെ എക്സ്റ്റൻഷനിൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അല്ല അതിലുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ആൽജിബ്രിക്കലി ക്ലോസ്ഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കാര്യത്തിൽ സി ആണ് നമ്മളുടെ ഫീൽഡ്. അപ്പോൾ സീനെ നമുക്ക് സി ഓഫ് എക്സ്, അതിലത്തെ ഒരു പോളിനോമിയലിനെ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കാം. സാധാരണ സിയിലെ കോംപ്ലക്സ് നമ്പറിലെ എലമെൻറ്റുകളെല്ലാം നമ്മൾ സെഡ് എന്ന് പറഞ്ഞ് എടുക്കുന്നതുകൊണ്ട് നമുക്കിവിടെ ഇവിടുത്തെ ഫീൽഡിന് സി ഓഫ് സെഡ് എന്നും അവിടുത്തെ പോളിനോമിയലിനെ എഫ് ഓഫ് സെഡ് എന്നും പറഞ്ഞ് എടുക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് സെഡിന് സി ഓഫ് സെഡിൽ ഒരു സീറോ ഉണ്ട് എന്നാണ്. നമ്മളതിൻ്റെ കോൺട്രഡിക്ഷനായിട്ട് എടുക്കുകയാണ്. എന്ത്? അങ്ങനെ ഒരു പോളിനോമിയലിന് ഒരു സീറോ സിയിൽ ഇല്ല എന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പോളിനോമിയൽ എഫ് ഓഫ് സെഡിന് ഒരു സീറോ എവിടെയില്ല? സി ഓഫ് സെഡിൽ ഇല്ല എന്നാണെങ്കിൽ അവിടെ നമുക്ക് എന്തു പറയാം? എഫ് ഓഫ് സെഡ് ഹാസ് നോ സീറോ ഇൻ സി ഓഫ് സെഡ്. ദെൻ എഫ് ഓഫ് സെഡ് എല്ലാം പോളിനോമിയൽസ് ആണല്ലോ. അതിൽ പോളിനോമിയൽ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ഫംഗ്ഷനാണ്. ദെൻ പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് സെഡ് ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആയിരിക്കും. അത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് പോളിനോമിയൽ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എൻറ്റയർ ഫംഗ്ഷൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട് ഡിഗ്രി ക്ലാസ്സുകളിൽ. അതുപോലെ തന്നെ നമുക്ക് എഫ് ഓഫ് സെഡിനെ എടുക്കാം. അപ്പോൾ എഫ് ഓഫ് സെഡ് എൻറ്റയർ ഫംഗ്ഷൻ ആണെങ്കിൽ 1/f ഓഫ് സെഡും എൻറ്റയർ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, 1/f ഓഫ് സെഡ് എൻറ്റയർ ഫംഗ്ഷൻ ആവുക എന്നതിൻ്റെ മീനിങ് എന്താണ്? എഫ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു സീറോ. അതായത് എഫ് ഓഫ് സെഡ് ഒരിക്കലും സീറോ ആവില്ല. അപ്പോൾ എഫ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം കൂടിയാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പോളിനോമിയൽ ലിമിറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും. അതായത് എഫ് ഓഫ് സെഡ് ഒരിക്കലും നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ 1/f ഓഫ് സെഡ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, 1/f ഓഫ് സെഡ് ബൗണ്ടഡ് ആയിരിക്കും. ദെൻ ഇവിടെ ഇപ്പോൾ നമുക്ക് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എൻറ്റയർ ഫംഗ്ഷനാണ്, അതുപോലെ ബൗണ്ടഡും ആണ്. അതായത് 1/f എൻറ്റയർ ഫംഗ്ഷനുമാണ്, ബൗണ്ടഡും ആണ്. അങ്ങനെയാണെങ്കിൽ ബൈ ലിയോവില്ലീസ് തിയറം, ഇതിന് ലിയോവില്ലീസ് തിയറം എന്നും ലവ്ലീസ് തിയറം എന്നും രണ്ടും പറയാറുണ്ട്. ലിയോവില്ലീസ് തിയറം വെച്ച് നമുക്ക് എന്ത് പറയാം? 1/f എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതായത് എഫ് ഓഫ് സെഡിന് സി ഓഫ് സെഡിലൊരു സീറോ ഉണ്ടെങ്കിൽ 1/f ഒക്കെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ സി ഓഫ് സെഡിലെ എല്ലാ പോളിനോമിയലും കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതങ്ങനെയല്ലല്ലോ. സി ഓഫ് സെഡിലെ പോളിനോമിയൽസ് സീറോ അല്ലാത്ത പോളിനോമിയൽസും ഉണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ അസംഷൻ റോങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മുടെ അസംഷൻ എന്തായിരുന്നു? ദി പോളിനോമിയൽ എഫ് ഓഫ് സെഡ് ബിലോങ്സ് സി ഓർ ഹാവ് നോ സീറോ. അതല്ല കറക്റ്റായിട്ട് വരേണ്ടത് എന്താണ്? ഹാസ് സീറോ എന്ന കൺസെപ്റ്റാണ് നമുക്കിവിടെ കറക്റ്റായിട്ട് വരിക. ഇതാണ് നമ്മളെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര പറയുന്നത്. ഓക്കെ.